ആലപ്പുഴയിലെ അർത്തുങ്കൽ തീരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വിദേശ പൗരൻ്റെയാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ തീപിടിച്ച കപ്പലിൽ നിന്ന് 4 ജീവനക്കാരെ കാണാനില്ലായിരുന്നു. അതിലൊരാളിൻ്റെ ബോഡിയാണോ ഇതെന്ന് സംശയം. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് അർത്തുങ്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപത്തേക്ക് ഒരു അജ്ഞാത മൃതദേഹം അടിഞ്ഞത്. നാട്ടുകാരാണ് ആദ്യം കണ്ടത്. പിന്നീട് പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഒരു വിദേശ പൗരന്റെ മൃതദേഹമാണ് എന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വിദേശ പൗരനാണ് എന്നുള്ള ഒരു കണ്ടെത്തലുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് കടലിൽ കാണാതായ വിദേശ പൗരന്മാരുമായി ബന്ധപ്പെട്ട കേസുകൾ പോലീസ് പരിശോധിച്ചു. അതിൽ പ്രധാനമായും 2 കേസുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒന്നാം ഈ ബേപ്പൂർ തീരത്ത് ബേപ്പൂരിൽ നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പലിന് തീപിടിച്ചുണ്ടായ അപകടം, അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ജീവനക്കാരിൽ ഒരാളാണോ എന്നുള്ളതാണ് സംശയം. അന്ന് 22 ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 18 പേർ രക്ഷപ്പെട്ടിരുന്നു. മറ്റ് 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിലൊരാളാണോ എന്നുള്ള ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊന്ന് പുതുവൈപ്പിനിൽ നിന്ന് 2 യമൻ വിദ്യാർത്ഥികളെ കാണാതായിരുന്നു. അതിലൊരാളാണോ എന്നുള്ളതും സംശയമുണ്ട്. എന്തായാലും ഈ 2 കാര്യങ്ങളും സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധന അടക്കം വേണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം അത്രത്തോളം മൃതദേഹം പഴകിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഈ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് വാൻഹായ് കപ്പലിലെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വിവരം കൈമാറിയിട്ടുണ്ട്. അതുവഴി ഏതെങ്കിലും തരത്തിൽ ഇത് സ്ഥിരീകരിക്കാനാവുമോ എന്നുള്ളൊരു പരിശോധനയുണ്ട്. വാൻഹായ് കപ്പലുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആ കപ്പലിലെ കണ്ടെയ്നറുകളടക്കം തീരത്തേക്ക് അടിയുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു മൃതദേഹം കൂടി ആലപ്പുഴ തീരത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ ഊന്നിയാണ് നിലവിൽ ഇത് തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടക്കുന്നത്. ഒപ്പം പുതുവൈപ്പിനിലും വിവരം കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ യമൻ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട്. എന്തായാലും പരിശോധിച്ച് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമുക്കൊപ്പം ചേർന്ന അശ്വിൻ പാലാഴിയാണ്.